ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കോഴിക്കോട് പോവാണ്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക്. ഇന്ന് കോവിഷീൽഡിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് അവിടെ ഫോർച്ചുനേറ്റ്ലി കിട്ടിയിട്ടുണ്ട്. ഇന്നലെ കിട്ടിയതാണ് പെട്ടെന്ന്. വാക്സിൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് നമുക്ക് കോവിഷീൽഡിനെ വേണം, കോവാക്സിൻ അവിടെ അക്സെപ്റ്റബിൾ അല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കോവിഷീൽഡിനാണ് ബേബിയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ബേബിയിൽ എത്തിയിട്ടുള്ള അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ. ഇത് പെയ്ഡാണ് കേട്ടോ, ഫ്രീ അല്ല. ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ഫ്രീ കിട്ടിയതല്ല. നമ്മൾ 950 രൂപയാണ് സിംഗിൾ ഡോസിൻ്റെ റേറ്റ്. ഫസ്റ്റ് ഡോസാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇനി ബാക്കിയുള്ള സെക്കൻഡ് ഡോസൊക്കെ എപ്പോൾ വരും, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എത്രയെന്നുള്ളത് നമ്മൾ ഇതാണ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോവിൻ എന്നുള്ള സൈറ്റിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തല്ലോ നമ്മളെ കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ഡോസ് എടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും. സെക്കൻഡ് ഡോസ് നമുക്ക് എപ്പോൾ കിട്ടും എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ വരും. ഓക്കെ, ഇതേലും ഞാൻ പോകുമ്പോൾ കാഴ്ചകളൊക്കെ നമുക്ക് ഒരുമിച്ച് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ ടൗണിലെത്തി, കുന്നുംപുറം എത്തി. ഇതാ കടകളൊക്കെ അടഞ്ഞു കിടക്കാണ്. AKC ഒന്നുമില്ല, എല്ലാ കടകളും അടഞ്ഞു. ഇപ്പോൾ സമയം ഏകദേശം 2:30 കഴിഞ്ഞ് 2:40 ഇവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ് കേട്ടോ ഞങ്ങളെ മലപ്പുറം ജില്ലയിലെ. അതുകൊണ്ടായിരിക്കാം ഇവിടെ കടകളൊക്കെ ഇല്ല. മറ്റേ 2 മണി വരെ ഉണ്ടായിരുന്നിരിക്കാം. നമ്മൾ കൊളപ്പുറം ഹൈവേയിലെത്തി. ഇവിടെ നിന്ന് പോലെ മെഡിക്കൽ ഷോപ്പ് തന്നെ ഉള്ളൂ, ബാക്കിയൊക്കെ അട തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഇവിടെ എവിടെയെങ്കിലും ചെക്കിങ് കാര്യങ്ങൾ ഉണ്ടെന്നാണ്. ഇവിടെ എവിടെയും പോലീസ് ചെക്കിംഗ് ഒന്നും കാണുന്നില്ല. ഞാൻ ഈ ചെക്കിങ് കാണുന്നില്ല എന്ന് പറഞ്ഞത് പുറത്തിറങ്ങി കുഴപ്പമില്ല, കുഴപ്പുറത്തൊന്നും ചെക്കിങ് ഇല്ല, പുറത്തൊക്കെ പോവാന്ന് കരുതാനല്ല കേട്ടോ, ചുമ്മാ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അത് എപ്പോഴും വരാം. നമ്മൾ ഇപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എപ്പോഴും നമ്മൾ പിടിക്കാറൊന്നുമില്ല. പക്ഷെ അവരെപ്പോഴും എവിടെയാണ് എങ്ങനെയാണ്, ഇപ്പം പ്രത്യേകിച്ച് പോലീസ് യൂണിഫോമിലും എല്ലാം നമുക്ക് കേൾക്കുന്നുണ്ട്. അപ്പം ആരും പുറത്തിറങ്ങി നടക്കണ്ട. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങിയാൽ മതി. വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇത് നമുക്കൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. അപ്പം ആ ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഒരു അനന്തരഫലമാണ് നമ്മൾ ഈ റോട്ടിലും അങ്ങാടികളിലൊക്കെ കാണുന്നത്. മൊത്തത്തിൽ കുറവ് തന്നെ ആളുകളൊക്കെ കേട്ടോ, റോഡൊക്കെ നോക്കിയേ. അപ്പോൾ ഒരു വണ്ടിയായിട്ടൊക്കെ ഓടിക്കാൻ മുന്നിലൊരു പോലീസ് വണ്ടി ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിവിടെയൊക്കെ കറക്കുന്നുണ്ട്. ഈ വാക്സിന് ഇപ്പോഴും പല ആളുകൾക്കും അറിയില്ല കേട്ടോ. കുറേ ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും അറിയാത്തവർ ഒത്തിരി ഉണ്ട്. നമ്മൾ കോവിന് അല്ലെങ്കിൽ ആരോഗ്യ സേതു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ആപ്പ് ഉണ്ട്. അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. സിമ്പിളാണ്, ആകെ 3-4 സ്റ്റെപ്പേ ഉള്ളൂ. നമ്മൾ ഏത് ID പ്രൂഫാണ് കൊടുക്കുന്നത്, പ്രവാസികൾ നിർബന്ധമായിട്ടും പാസ്പോർട്ട് കൊടുക്കണം ID ആയിട്ട്. അതൊക്കെ കുറേ വീഡിയോസിൽ ഒക്കെ വന്നതാണ് ഈടായിട്ട്. അതുപോലെ എന്ത് ഐഡിയും കൊടുക്കാം, നാട്ടിലുള്ളവർക്ക് ആധാറോ ലൈസൻസോ, ആ ID-യുടെ പ്രൂഫ്, അതിൻ്റെ ഡീറ്റെയിൽ മാത്രം, നമ്പറും നമ്മളെ അതിലുള്ള പേരും നമ്മളെ ഇയർ ഓഫ് ബർത്തും, അങ്ങനെ വളരെ കുറച്ച് നമ്മളെ ജെൻഡറും, അങ്ങനെ വളരെ കുറച്ച് ഫീൽഡ് മാത്രം പൂരിപ്പിച്ചാൽ ആർക്കും, ഇപ്പം എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണല്ലോ, ആർക്കും സിമ്പിളായിട്ട് പൂരിപ്പിക്കാവുന്ന കാര്യമുള്ളൂ. നമ്മളിപ്പോൾ തലപ്പാറെത്തിയ അപ്പം അതിൽ പൂരിപ്പിച്ചിട്ട് അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്ത് പിന്നെ അതിൽ ഷെഡ്യൂൾ എന്നുണ്ടാവും. അതിൽ നമ്മളിങ്ങനെ നോക്കണേ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ പെയ്ഡ് ഉണ്ട്, ഫ്രീ ഉണ്ട്. ഫ്രീ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് തലത്തിൽ നിന്ന് കിട്ടുന്നത് നമുക്ക്. അതൊന്നും ഇപ്പം അതൊക്കെ 45+ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ 18 to 44 ഇപ്പോൾ എവിടെ ഇല്ല. നമ്മൾ ചേളാരെത്തി. ഇവിടെ റോഡ് ചെറുതായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെക്കിങ് ഉണ്ടെന്ന് അറിയില്ല, മിക്കവാറും ഫ്രണ്ടിൽ ചെക്കിങ് ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. റോഡ് സെൻറ്ററിലൊക്കെ ഇത് വെച്ച് അടച്ചിട്ട് ഇങ്ങനെ നേരം ആക്കിയിട്ടുണ്ട്. നമ്മളെ ഊഹം ശരിയാണ്, ചെക്കിങ് ഉണ്ട്. സാർമാർ നോക്കുന്നുണ്ട്. ചേളാരിയാണ് കേട്ടോ അത്. നോക്കാം, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറയാം. സാറേ, വാക്സിൻ എടുക്കാൻ പോവാ. ആ, ബേബിക്ക്. അപ്പൊ കണ്ടല്ലോ, സാർമാരുണ്ട്. അപ്പൊ ആരും ചുമ്മാ ഒന്നും പുറത്തിറങ്ങണ്ട. ഇത് എവിടെയും വരാം. ഇപ്പൊ ചേളാരി ഉള്ളത്, തലപ്പറക്ക് വരാം, കുളപ്പുറം വരാം, എവിടെയും വരാം. അത് അവരുടെ
വിവേചനാധികാരം. നമുക്കതിൽ ഒന്നും പറയാൻ പറ്റില്ല. അപ്പം കാര്യങ്ങൾ അത്രയും ഇതാണെങ്കിൽ മാത്രമേ വിടുള്ളൂ, അല്ലാത്തവരൊന്നും വിടൂല. അതിനനുസരിച്ചുള്ള വാഹനം പിടിച്ചിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവിടും. നല്ല ഫൈന് കാര്യങ്ങളുണ്ട് എന്നൊക്കെയാണ് കേട്ടുള്ളത്. നമുക്ക് അനുഭവത്തിൽ വന്നിട്ടില്ല. നമ്മളങ്ങനെ പുറത്തിറങ്ങലില്ല, ആവശ്യത്തിന് മാത്രമേ ഇറങ്ങാറുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പോൾ കണ്ടോളൂ, ഇതാ ഇവിടെ നല്ല ചെക്കിങ് ആട്ടോ. കുറച്ച് അപ്പുറത്താണ് ചെക്കിങ്. ഈ സൈഡിക്ക് അങ്ങോട്ട് കോഴിക്കോടേക്ക് പോകുന്നവരല്ല, അവിടുന്ന് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗമാണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ വണ്ടികളൊക്കെ സ്ലോ ആയിട്ട് പോകണുണ്ടോ? സ്വാഗതം കോഴിക്കോട് സിറ്റി പോലീസ്. എന്താ അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. എന്താ അവിടെ കണ്ടോ നിങ്ങൾ? കോഴിക്കോട് പോലീസിൻ്റെ ഉണ്ട്. സാർമാർ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്ന തോന്നുന്നുണ്ട്, ഒക്കെ എഴുതി വെക്കുന്നുണ്ട്. പോയി നോക്കാം നമുക്കിത്. ഓക്കെ സാറ് വാക്സിൻ എടുക്കാൻ പോവാം. വാക്സിൻ എടുക്കാൻ പോവാന്ന് പറയുമ്പോഴേ പെട്ടെന്ന് പൊയ്ക്കോന്ന് പറയുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും ചോദിക്കണമൊന്നുമില്ല. അപ്പൊ വാക്സിൻ എടുക്കാൻ പോകുന്ന ആളുകൾ പേടിക്കണ്ട. കാരണം അതാണല്ലോ ഇപ്പൊ വേണ്ടത്. അപ്പൊ ആ വിഷയത്തില് അവര് വേറെ ഒന്നും ചോദിക്കുന്നൊന്നുമില്ല, ഒന്നും ചോദിക്കുന്നില്ല. എന്നിരുന്നിട്ട് അതിന്റെ അതൊക്കെ എടുത്തോണ്ടി, പ്രൂഫും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടി നമുക്കൊരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമല്ലോ, അതിന്റെ ഒരു അപ്പോയിന്റ്മെന്റ്. അപ്പൊ അതൊക്കെ എടുത്തോണ്ടി. ഓക്കെ, പക്ഷെ കാര്യമായിട്ടൊന്നും അവർ ചോദിക്കുന്നില്ല, പോകാൻ പറയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് പിന്നെ ആ ആപ്പ് ഉണ്ടല്ലോ, കോവിൻ എന്നുള്ള ആപ്പിൽ അത്രയും സിമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമുക്ക് പിൻ നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ നമ്മളെ ലൊക്കാലിറ്റി, നമ്മളെ പിൻ നമ്പർ അടിക്കുമ്പോൾ ആ ലൊക്കാലിറ്റിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കും. ഇല്ലെങ്കിൽ നമുക്ക് സെർച്ച് ബൈ ഡിസ്ട്രിക്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് പിന്നെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും കൊടുത്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പൊ മലപ്പുറം ജില്ലയൊക്കെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ, നമ്മളൊക്കെ മലപ്പുറത്ത് നിന്നാണ്, അവിടെയൊക്കെ നോക്കുമ്പോൾ കംപ്ലീറ്റ് എന്താണ് ഒക്കെ പിന്നെ 45+ ഉള്ളൂ. ഫ്രീ ആയിട്ടുള്ള കുറെ ഉണ്ട് ഗവൺമെന്റ് തലത്തിലുള്ളത്, പക്ഷെ ഒക്കെ 45+ ആണ്. നമുക്കുള്ളതില്ല, 18+ ഇല്ല. അങ്ങനെയാണ് ഞാൻ ഇന്നലെ ഒരു 11:30 സമയത്ത് എന്തോ ഒരു ഭാഗ്യത്തിന് അപ്പോൾ നോക്കിയതാണ്. പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു 330 സ്ലോട്ട് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ബേബിയിൽ. കോവിഷീൽഡ് പെയ്ഡ് ആണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, 950 രൂപ കൊടുക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തു, എനിക്ക് കിട്ടി. അതിന്റെ കൂടെ തന്നെ ഒരു പേപ്പർ, അതിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ പോലെ നമുക്കതൊരു ഡൗൺലോഡ് ചെയ്യാൻ ഒരു ഇത് കിട്ടും. അവിടെ ഹോസ്പിറ്റലും കാണിക്കണ്ടേ. പിന്നെ പോരാത്തിന് നമുക്ക് ഈ പോക്കിലൊക്കെ നമ്മളിപ്പോ യാത്ര ചെയ്യുമ്പോഴും ഒരു പേപ്പർ വേണമല്ലോ, എന്തിനാ ഇവിടെ പോകുന്നപ്പോ അവർ ചോദിച്ചു നമുക്ക് പറയണ്ടേ. അപ്പം അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതൊക്കെ മൊബൈലിൽ സൂക്ഷിച്ചാൽ മതി, ഒരു ഹാർഡ് കോപ്പി ഒന്നും ആരും കരുതണ്ട. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അത് അങ്ങനെ പെട്ടെന്ന് കിട്ടി. അത് കഴിഞ്ഞ ഉടനെ എൻ്റെ ഉപ്പാന്റെ അനിയനുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്പം തന്നെ 1 മിനിറ്റ് ഗ്യാപ്പിൽ ഞാൻ നോക്കി. അപ്പോഴത്തേനും അത് കംപ്ലീറ്റ് എന്ത് പറയാ ബുക്കഡ് ആയിട്ടുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ അവസ്ഥ. എപ്പോഴും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എപ്പോഴാ കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ലെക്ക് പോലെ ഇരിക്കും. നമ്മൾ അവൈലബിലിറ്റി കണ്ട് ക്ലിക്ക് ചെയ്താലും ചിലപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ആ സമയം കൊണ്ട് അത് കംപ്ലീറ്റ് ഫുൾ ആവാനും സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് അനുഭവത്തിൽ വന്നതാണ്. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യുക, 4-5 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കുക. നമ്മളെ ആവശ്യമാണല്ലോ. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ സൗദിക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പോകണമെന്നുണ്ടെങ്കിൽ വാക്സിൻ ഇല്ല, 2 ഡോസ് വാക്സിന് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്വാറന്റൈൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ സൗദി ഗവൺമെന്റിന്റെ ക്വാറന്റൈൻ ഉണ്ട്. അതിന് ഏകദേശം 50,000 രൂപ ഒക്കെ മിനിമം വരും. മാക്സിമം അത് അങ്ങനെ പോകും. 3,000 റിയാൽ, 5,000, 7,000 അങ്ങനെ പോകും. ഇപ്പൊ സൗദിക്ക് പോകണം എന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം 2 ലക്ഷം രൂപ വേണം. മറ്റേ 18,000, 20,000 രൂപക്ക് നമ്മളൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അത് 1.5 ലക്ഷമൊക്കെ വരും. 1.5 ലക്ഷം പ്ലസ് ഈ ക്വാറന്റൈൻ 50, ഒരു 2 ലക്ഷം രൂപയുടെ അടുത്ത് വരും. ഈ ക്വാറന്റൈന് നമുക്ക് ഈ 50,000 അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ റൂംസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടിയത് എടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകും. അങ്ങനെ വരുമ്പം 2.25, 2.5 ഒക്കെ വരും. അത് വാരിച്ച ഒരു എമൗണ്ട് ആണ്. ഇപ്പത്തെ എല്ലാവർക്കും അറിയാം, ഓരോരുത്തർ വന്നിട്ട് 1 വർഷവും അതിന്റെ മേലൊക്കെ ആയി. അപ്പൊ ഈ 2 ലക്ഷം, 2.25, 2.5 എന്നൊക്കെ പറയുന്നത്
സാധാരണക്കാരനെ സംബന്ധിച്ച് ഭാരിച്ചൊരു ഒരിക്കലും താങ്ങാൻ കഴിയില്ല. കാരണം ഇവിടെ നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ ഇവിടെ നിൽക്കാൻ തന്നെ ക്യാഷ് ഇല്ല, പിന്നെ കടവും പല രീതിയിലൊക്കെ ആയിട്ടാണ് ആളുകൾ തിരിച്ചു പോകാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ വാക്സിന് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നല്ലൊരു എമൗണ്ട് അവിടുത്തെ ക്വാറന്റൈൻ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും അതിന് നല്ല ശ്രമിക്കുക. പല ആളുകൾക്കും അതിനെ പറ്റിയൊരു വലിയൊരു ധാരണ ഇല്ല. നമ്മളാരും വിളിക്കൊന്നുമില്ല, വാക്സിൻ റെഡിയാണ് വാ വന്ന് എടുത്തോന്ന് ആരും പറയില്ല. നമ്മളെ ഭാഗത്തു നിന്ന് തന്നെ നല്ല ശ്രമം ഉണ്ടാവുക. അഥവാ ഈ ആപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഒരു പണിയൊന്നും ഇല്ലല്ലോ, കയ്യിൽ മൊബൈലും ഉണ്ട്, എല്ലാവർക്കും ഇന്റർനെറ്റും ഉണ്ട്. അതുമ്പോൾ തന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പം. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഓരോ അരമണിക്കൂർ ഇടവിട്ടിട്ട് എന്ത് ചെയ്യുക, ഇതിൽ നോക്കുക, കോവിൻ എന്നുള്ള ആപ്പിൽ നോക്കിയിട്ട് എവിടെയെങ്കിലും ഉണ്ടോ. നമ്മൾ കോഴിക്കോട് ജില്ലയാണെങ്കിലും നമുക്ക് അടുത്താണ്. അപ്പൊ ഞാൻ ഇപ്പൊ കോഴിക്കോട് നിന്ന് ബേബിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കിയിട്ട് പെട്ടെന്ന് അത് അസൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതങ്ങ് എടുക്കാൻ നോക്കാം. പിന്നെ ഫസ്റ്റ് ഡോസ് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഡോസ് എപ്പോൾ കിട്ടും എന്നുള്ളതിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഒന്നും ആയിട്ടില്ല. 84 days എന്നൊക്കെയാണ് പറയണത്. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഫസ്റ്റ് ഡോസ് എടുക്കാം. നമുക്ക് ഇനിയിപ്പോ 1 മാസം 2 മാസം 3 മാസമൊക്കെ പോകാനുള്ളവർ ഇപ്പൊ തന്നെ നോക്കണം. അല്ലാതെ പോകുന്നതിന്റെ 1 മാസം മുമ്പ് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ വീണ്ടും നമ്മൾ ഇവിടെ ഇനിയും 2-3 മാസം ഇവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അതിനൊന്നും നമുക്ക് പറ്റാത്ത സാഹചര്യമായിരിക്കും. അപ്പോ അവിടെ ഇക്കാമ പുതുക്കണം, റീ എൻട്രി പുതുക്കണം. ഇവിടെ ആണെങ്കിലും നാട്ടിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ക്യാഷ് വേണം. അന്നിപ്പോ ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, 2-3 മാസം ഉള്ളവര് അല്ലെങ്കിൽ 4-5 മാസം ഉള്ളവര് അല്ലെങ്കിൽ ഇപ്പൊ വന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ തന്നെ അതിനുള്ള ശ്രമം തുടങ്ങാം. അല്ലാതെ വെയിറ്റ് ചെയ്യ് നമ്മളെടുത്ത് വരും എന്നൊന്നും വിചാരിച്ച് കാത്തിരിക്കണ്ട. കോഴിക്കോട് ജില്ലയിലാണെങ്കിലും ബേബിയിലാണെങ്കിലും ആകെ ഒരു 950 രൂപ ചെലവുണ്ട്. 950 ഉള്ളൂ. ഇനി അത് വലിയൊരു സംഖ്യ ആയിട്ട് നമ്മളൊക്കെ ഒരു പ്രശ്നം അതാണ്. അത് വലിയ ഫ്രീ ആയിട്ട് കിട്ടാണ്ടല്ലോ, പിന്നെന്തിനാ വെറുതെ 950 കൊടുക്കണെന്നുള്ള, ഫ്രീ ആയിട്ട് വൈകാതെ കിട്ടുമായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കാത്തിരിക്കണ്ട. ഒരു 950 കൊടുക്കും. പിന്നെ പോകാനുള്ള എണ്ണ ചെലവല്ലേ ഉള്ളൂ. ബൈക്കൊന്നും കഴിക്കാനും കൂടി പറ്റൂല. ഷോപ്പൊക്കെ അടവാ, ഒന്നും കിട്ടൂല. ഞാൻ ഇപ്പൊ വീട്ടിൽ നിന്ന് വെള്ളം വണ്ടിയിൽ വെച്ചിക്ക, ചോറുന്നതിന് ശേഷം പോകുന്നതാണ്. അപ്പോ ഞാൻ പറയണത് സീരിയസ് ആയിട്ട് തന്നെ പറയണത്, ഇടുക്കി എല്ലാവരും ശ്രമിക്ക്, നല്ലോണം ശ്രമിക്ക്. ഞാൻ എന്താ പറയണെന്ന് വെച്ചാല്, ഇവന്താ ഇങ്ങനെ വാത്തോരാതെ പറയണമെന്ന് വിചാരിക്കണ്ട. കാരണം ഞാൻ ഇപ്പൊ ഇന്നലെ എന്റെ ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്യണ 2 ആൾക്ക് വിളിച്ചപ്പം 2 ആൾക്കും ഇതിനെ പറ്റി ഒരു ധാരണ തന്നെയല്ല. അവർക്കൊക്കെ ആ കോവിൻ എന്നുള്ള ആപ്പ് ഉണ്ട് എന്നറിയാം, പക്ഷെ എങ്ങനെ ചെയ്യാ എന്താ ചെയ്യാ ഒന്നും അറിയില്ല. ചെയ്തിട്ട് തന്നെ ഇല്ല. വന്നിട്ട് 6 മാസമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ റീ എൻട്രി 2 മാസം കൂടി നീട്ടിക്കൊടുത്തു. അപ്പൊ ഇപ്പോഴും അത് ചെയ്തിട്ടും അതിൽ നോക്കലൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്താ വെച്ചാൽ നമുക്ക് ക്യാഷ് വെറുതെ ചെലവാവുക. അപ്പോഴാണ് ഞാനും മനസ്സിലാക്കിയത്. ഇപ്പോഴും അവരൊക്കെ എന്ന് പറഞ്ഞാല് വലിയ ഏജുള്ള ആളുകളൊന്നുമല്ല, എന്റെയും താഴെയുള്ള ആളുകളാണ്. അപ്പൊ അവര് പോലും മൊബൈലായിട്ടും നെറ്റായിട്ടും എപ്പോഴും 24/7 കളിക്കുന്ന അവര് പോലും ഇതിനെപ്പറ്റി വേണ്ടത്ര അവെയർ അല്ലാന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. മറ്റേ ഞാനൊക്കെ ഇന്റത് ചെയ്തു, എന്റെ കുടുംബത്തിലുള്ളവരൊക്കെ ചെയ്തു. നമ്മളിപ്പോ ആരും പുറത്താരും കാണുന്നൊന്നുമില്ലല്ലോ. നമ്മോട് ചോദിക്കുന്നവർക്ക് മാത്രമല്ലേ നമ്മൾ വേണ്ട ഇൻസ്ട്രക്ഷൻ കൊടുക്കുള്ളൂ. അപ്പൊ എല്ലാരും ചെയ്തിട്ടുണ്ടാവും എന്നുള്ള ധാരണയിലായിരുന്നു ഞാനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് പറയണത് കേട്ടാ. ഇത് ചിലപ്പം ചെയ്ത ആളുകളൊക്കെ പറയണ്ട, എന്താ ഇപ്പൊ ഇത്രയും സിമ്പിൾ കാര്യം ഇവ ഇങ്ങനെ വലിയ പെരുപ്പിച്ചിട്ട് കാണിക്കണം എന്താന്ന് വിചാരിക്കണ്ട. അതെനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പറയണത്. അപ്പൊ എല്ലാരും ചെയ്യും. എപ്പോഴും ഓരോ അരമണിക്കൂർ ഇടവിട്ട് നോക്കണം എന്നാണ് എന്റെ ഭാഗത്തു നിന്നുള്ള സജഷൻ. അങ്ങനെ ഫസ്റ്റ് ഡോസ് ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഡോസിന് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് വെയിറ്റ് ചെയ്യാം. ഇനി സൗദി ഗവൺമെന്റിന്റെ കാര്യമല്ലേ, ഇപ്പൊ 2 ഡോസും വേണമെന്നാ പറയുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡോസ് എടുക്കുന്നവർക്കും ക്വാറന്റൈനിൽ എന്തെങ്കിലും ഇളവോ അല്ലെങ്കിൽ ക്വാറന്റൈൻ വേണ്ട അങ്ങനൊക്കെ വരാലോ. വന്നിട്ടില്ല, വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാരും ഞാൻ ഈ പറഞ്ഞ പോലെ ആപ്പ് കയറി രജിസ്റ്റർ ചെയ്യുക. അറിയുന്നവര് ചെയ്യുക, അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള അറിയുന്ന ആളുകളോട് ചോദിക്കാം. അല്ലെങ്കിൽ എന്നോട് എന്റെ പേഴ്സണൽ നമ്പർ നിങ്ങൾക്ക് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യുക. വിളിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ വിത്ത് സ്ക്രീൻഷോട്ട്സ് അല്ലെങ്കിൽ ഞാൻ വിത്ത് വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ. അത്രയും സിമ്പിളാ, ഒരു 5 മിനിറ്റത്തെ കേസ് പോലും ഇല്ല. അപ്പൊ ആരും ചെയ്യാതിരിക്കരുത്, ചെയ്യുക. എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. എവിടെയാണെങ്കിലും നമ്മളെ മലപ്പുറത്തായിക്കോട്ടെ കോഴിക്കോട് ജില്ലയിലായിക്കോട്ടെ എവിടെയാണെങ്കിലും അത് അങ്ങ് പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ നോക്കുക. എടുത്തിട്ട് ക്യാഷ് കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ, ഫ്രീ ആണെങ്കിൽ അങ്ങനെ എടുത്തിട്ട് അതിന്റെ പരിപാടികൾ നിർബന്ധമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ വന്നവര് ഞാൻ പറയണത്, പോകാനായവർക്ക് പല പ്രശ്നങ്ങളുണ്ട്. കാരണം വാക്സിൻ എടുത്തിട്ട് 3 മാസം കഴിഞ്ഞാൽ സെക്കൻഡ് ഡോസ് എന്നൊക്കെ പറയുമ്പോൾ 3 മാസം വെയിറ്റ് ചെയ്യാൻ പറ്റൂല. സെക്കൻഡ് ഡോസ് ഇല്ലാതെ ക്വാറന്റൈനിൽ ഇളവൊന്നുമില്ല എന്നുള്ള ആളുകൾക്കൊക്കെ ഇപ്പം ഒരു ബുദ്ധിമുട്ട് തന്നെയാണിത്.
പക്ഷെ ഇപ്പോൾ വന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇനിയും പോകാൻ 4 മാസം 3 മാസം 2 മാസമൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഇപ്പം തന്നെ അതിന് വേണ്ട പരിപാടികൾ ചെയ്യുക. അപ്പം നിങ്ങൾ പോകാനൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നല്ല ഫ്രീ ആയിട്ട് ഒരു ടെൻഷൻ ഇല്ലാതെ വാക്സിനൊക്കെ അടിച്ചിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് ക്വാറന്റൈൻ ഒന്നും ഇല്ലാതെ പോവാം. ചിലപ്പം പല നമ്മളിപ്പം ഇടത്താവളം വെച്ചിട്ടുള്ള പോണ്, ബഹ്റൈൻ വഴിയൊക്കെ അല്ലേ പോണ്. ഇനി അവിടേക്കൊക്കെ കയറണം എന്നുണ്ടെങ്കിലൊക്കെ വാക്സിൻ വേണം എന്നുള്ളത് നിർബന്ധമാക്കി കഴിഞ്ഞാലൊക്കെ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും അതിനൊരു സ്പെഷ്യൽ ഒരു അറ്റൻഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മാസ്ക് ഇപ്പോൾ നേരെ ഊരിയതാട്ടോ, മാസ്ക് വെച്ചിരുന്നു, നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഊരിയതാണ്. പിന്നെ വണ്ടിയിൽ ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ മാസ്ക് വെക്കുക, എപ്പോഴും സാനിറ്റൈസ് ചെയ്യുക, സാനിറ്റൈസറൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പോൾ ഇനി ഞാൻ മാസ്ക് വെക്കട്ടെ. ഇനി ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ഹോസ്പിറ്റലിൽ പോയി നോക്കട്ടെ എന്താണ് അവിടുത്തെ അവസ്ഥ, എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് അന്ന് കാണിച്ചു തരാം. നമ്മളൊന്നും ഇപ്പോൾ ആരെയും പുറത്തോട്ട് തന്നെ ഇറങ്ങിയിട്ടില്ലല്ലോ. ബേബിയിലെ പുതിയ ബ്ലോക്കിലാണ് കേട്ടോ വാക്സിനേഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഗവൺമെൻറ്റിനുള്ള ഒരു ഹമ്പിൾ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പാവപ്പെട്ട പ്രവാസികളെ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും ഒന്ന് സ്പീഡപ്പ് ആക്കിയാൽ അത് വളരെയധികം ഒരു ഉപകാരമാവും. അപ്പം നേരെ കൗണ്ടറിൽ ചെന്നു. നമുക്ക് ഓൺലൈനിൽ കിട്ടിയ അപ്പോയിൻമെൻറ്റിന് 4 ലാസ്റ്റ് റെഫറൻസ് നമ്പറിന് 4 നമ്പർ കൊടുത്തു. ശേഷം 950 രൂപ നമ്മൾ ഇതെടുക്കണം, പ്രൂഫ് എടുക്കണം. പ്രൂഫ് വെച്ചിട്ട് നമ്മളെ കയ്യിൽ പിടിച്ചിട്ട് ഒരു ലൈവ് ഫോട്ടോ എടുക്കുന്നുണ്ട് അവിടെ. ശേഷം പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു, പേയ്മെൻറ്റ് കൊടുത്തു. ഉടനെ തന്നെ അടുത്ത റൂമിൽ പോയിട്ട് വാക്സിൻ എടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെയൊന്നും വലിയ നമുക്ക് അതൊന്നുമില്ല, ലാഗൊന്നുമില്ല, ആളുകളും ഇല്ല. കാരണം നമ്മൾ ഇത് ഓൺലൈനിൽ നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ പോകുന്നത്. ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടല്ലോ. വാക്സിൻ എടുത്തു കഴിഞ്ഞാലും ഹോസ്പിറ്റലിൽ നമുക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും തരുന്നില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ഓൺലൈനിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കോവിനിൽ അപ്പം തന്നെ അപ്ഡേറ്റ് ആവും. നമുക്ക് അപ്പം തന്നെ മെസ്സേജ് ചെയ്യണം, അതിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ നേരെ അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നേരെ നമുക്കിനി സെക്കൻഡ് ഡോസ് ആഫ്റ്റർ 84 days എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ടാവും. പാർഷ്യലി വാക്സിനേറ്റഡ് എന്ന് വന്നിട്ടുണ്ടാവും. ശേഷം നമ്മളെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് അതിൽ തന്നെ ഉണ്ടാവും. അപ്പം വേറെ ഹോസ്പിറ്റൽ നമുക്ക് ഈ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിനൊരു സ്ലിപ്പ് എന്നല്ലാതെ വേറെ ഒന്നും തരുന്നില്ല. ഇനി നമ്മൾ സെക്കൻഡ് ഡോസ് എടുത്ത് കഴിഞ്ഞാലാണ് ഇതിനുള്ള യഥാർത്ഥത്തിലുള്ള സർട്ടിഫിക്കറ്റ്, നമുക്ക് വിദേശത്തൊക്കെ പോകാൻ വാലിഡ് ആയിട്ടുള്ള കോവിഷീൽഡിൻ്റെ സർട്ടിഫിക്കറ്റ് സെക്കൻഡ് ഡോസും കൂടി എടുത്തു കഴിഞ്ഞാലാണ് വരിക. അത് എന്ത് ചെയ്യും, ആ സമയത്ത് അത് ഫൈനലായിട്ട് അത് അപ്ഡേറ്റ് ചെയ്യും. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ചെറിയ തോതിൽ ഒരു പനിയും അതുപോലെ ശരീരം വേദനയൊക്കെ ഉണ്ടാവും എന്ന് അവർ ആദ്യം പറയുന്നുണ്ട്. അതൊരു അപ് ടു 3 weeks വരെ ചില ആളുകൾക്ക് നീളാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ പേടിക്കേണ്ട. അതിന് പനഡോളോ അല്ലെങ്കിൽ ഡോളോ 650 അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ള ഇൻസ്ട്രക്ഷൻ അവർ ഇതിനെ കൂട്ടത്തിൽ തരുന്നുണ്ട്. എനിക്കിപ്പോൾ ഇന്നലെയാണ് വാക്സിൻ വെച്ചത്. എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിത് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നെന്ത് ചെയ്യണം, കൈ പിന്നെ നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുക്കണം. സാധാരണ നമ്മൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ഓരോ വാക്സിൻ എടുക്കുന്നില്ല, അതുപോലെ തന്നെ എനിക്ക് ചെറിയ ആ ഭാഗത്ത് ചെറിയൊരു കടച്ചിലിപ്പം നിലവിൽ അനുഭവപ്പെടുന്നുള്ളൂ. വേറെ പനിയോ കാര്യങ്ങളൊന്നുമില്ല. ഇന്നലെ രാത്രി ഞാനൊരു ഡോളോ 650 കഴിച്ചിട്ടുണ്ടായിരുന്നു. വാക്സിൻ എടുത്തു കഴിഞ്ഞ് ഒരു അരമണിക്കൂർ അവിടെ ഒബ്സർവേഷനിൽ നമ്മൾ ഇരിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശേഷം അവരൊരു നമ്പറും തരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും എമർജൻസി, നമ്മൾ ഒറ്റയ്ക്കല്ല പോയിട്ടുള്ളത്, അപ്പോൾ ഇനി എന്തെങ്കിലും എമർജൻസി എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അവർ തന്നെ വന്നിട്ട് നമുക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്യും എന്നാണ് കരുതുന്നത്. എന്തായാലും ഇതൊക്കെയാണ് വാക്സിനേഷൻ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് എടുക്കാനുള്ള പരിപാടികൾ നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കുറേ പേർക്ക് ഇതൊരു ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ, stay home, stay safe, bye.